ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ എപ്സൺ L130 അതേപോലെ എപ്സൺ L110 ഇങ്ക് ടാങ്ക് പ്രിൻ്റർ ഉബുണ്ടു 18.04-ൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത് ലേസർ പ്രിൻ്റർ കാനോൻ LBP2900 ചെയ്ത മെത്തേഡാണ് കണ്ടത്. എപ്സൺ ചെയ്യുന്നതിന് വേണ്ടി ഹോം ഓപ്പൺ ചെയ്യുന്നു. ഡൗൺലോഡ്സിൽ എപ്സൺ പ്രിൻ്റർ ഡ്രൈവർ സിപ്പ് ഫയൽ ഉണ്ട്. ഈ സിപ്പ് ഫയൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ സിപ്പ് ഫയൽ നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്യണം. എക്സ്ട്രാക്റ്റ് ഹിയർ കൊടുക്കുക. എപ്സൺ പ്രിൻ്റർ ഡ്രൈവർ ഓപ്പൺ ചെയ്യുക. അതിൽ .deb ഫയൽ ചെയ്യുന്ന മെത്തേഡ് നമുക്ക് ആദ്യം കാണാം. അതിനുവേണ്ടി ആപ്ലിക്കേഷൻ, സിസ്റ്റം ടൂൾസ്, പാക്കേജ് ഇൻസ്റ്റാളർ ക്ലിക്ക് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് ഫയൽ ഓപ്പൺ. നമുക്ക് അറിയണം ഫയൽ എവിടെയാണെന്നുള്ള കാര്യം. അത് ഡൗൺലോഡ്സിലാണ്. അതിൽ എപ്സൺ പ്രിൻ്റർ ഡ്രൈവറാണ്. എപ്സൺ പ്രിൻ്റർ ഡ്രൈവറിൽ 64 ബിറ്റ് ആണെങ്കിൽ അതെടുക്കുക, 32 ബിറ്റ് ആണെങ്കിൽ രണ്ടാമത്തത്. ഇപ്പം 64 ബിറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇത് ഓൾറെഡി ചെയ്തുകൊണ്ടാണ് റീഇൻസ്റ്റാൾ പാക്കേജും റിമൂവ് പാക്കേജും വരുന്നത്. നമുക്ക് വേണ്ട ആദ്യം ചെയ്ത് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് പാക്കേജ് കൊടുക്കുക. അപ്പോൾ നമ്മളോട് പാസ്വേഡ് ചോദിക്കും സിസ്റ്റത്തിൻ്റെ. ആ പാസ്വേഡ് ടൈപ്പ് ചെയ്യണം. ഇപ്പം പ്രിൻ്റർ ഡ്രൈവർ റിമൂവ് ആയിട്ടുണ്ട്. നമുക്കിനി വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ പാക്കേജ് ക്ലിക്ക് ചെയ്യുക. ചെയ്യാത്തവർക്ക് ഓൾറെഡി ഇൻസ്റ്റാൾ പാക്കേജ് ആയിരിക്കും വരിക. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇൻസ്റ്റാളേഷൻ ഫിനിഷ്ഡ്, ക്ലോസ്. ഇനി നമുക്ക് സിസ്റ്റം സെറ്റിങ്സിൽ പോയി പ്രിൻ്റർ ആഡ് ചെയ്തിട്ടുണ്ടോ ചെക്ക് ചെയ്യാം. നമ്മൾ ചെയ്ത പ്രിൻ്റർ L130 ആണ്. പ്രിൻ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് നോക്കാം. .ppd ഫയൽ ആഡ് ചെയ്യുന്നത്. അതിന് ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ മോസില്ല ഫയർഫോക്സ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്യേണ്ടത് 127.0.0.1:631 എൻ്റർ. ആഡ് പ്രിൻ്റർ ആൻഡ് ക്ലാസസ് ക്ലിക്ക് ചെയ്യുക. ചിലപ്പോൾ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കാൻ നേരം കൊടുക്കണം. ഇനി ആഡ് പ്രിൻ്റർ കൊടുക്കുക. അത് യൂസർ നെയിമും പാസ്വേഡും ചോദിച്ചു. ഓക്കെ അടിക്കുന്നു. ഇനി നമ്മുടെ പ്രിൻ്റർ സെലക്ട് ചെയ്യണം. എപ്സൺ L130 സീരീസ് കണ്ടിന്യൂ ചെയ്യുക. വീണ്ടും കണ്ടിന്യൂ. ഇനി നമുക്ക് ബ്രൗസ് ചെയ്യണം PPD ഫയൽ. അപ്പോൾ നമ്മുടെ PPD ഫയൽ കിടക്കുന്നത് ഹോം ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ്സ് ഓപ്പൺ ചെയ്ത് അതിൽ എപ്സൺ പ്രിൻ്റർ ഡ്രൈവർ ഉണ്ട്. നമ്മൾ അൺസിപ്പ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. സിപ്പ് ചെയ്ത ഫയൽ ഈ ഫയൽ എപ്സൺ ഇങ്ക്ജെറ്റ് പ്രിൻ്റർ 201401W.rpm എന്നുള്ളത് അത് എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ഹിയർ. അതിൽ OPT ഫോൾഡർ ഓപ്പൺ ചെയ്യുക. വീണ്ടും ഒരു ഫോൾഡർ എപ്സൺ ഇങ്ക്ജെറ്റ് പ്രിൻ്റർ എന്നുള്ള ഒരു ഫോൾഡർ അത് ഓപ്പൺ ചെയ്യുക. ഇതിൽ PPDS ഫോൾഡർ ഓപ്പൺ ചെയ്യണം. അതിൽ എപ്സൺ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇതിൽ നമ്മുടെ പ്രിൻ്ററുകളുടെ ഡ്രൈവറുകൾ കാണിക്കും. നമുക്ക് ഏത് പ്രിൻ്ററാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യണം. ഇവിടെ L130 ആണ്. അതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്റ്റ് കൊടുക്കുക. എന്നാൽ നമ്മുടെ .ppd ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഇവിടുന്ന് ബ്രൗസർ സെലക്ട് ചെയ്യുക. ബ്രൗസർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ നേരത്തെ കൊടുത്ത .ppd ഫയൽ ഓപ്പൺ ചെയ്യണം. അതിന് OPT ഫോൾഡർ ഓപ്പൺ ചെയ്യുക. എപ്സൺ ഇങ്ക്ജെറ്റ് പ്രിൻ്റർ
201401 ഓപ്പൺ ചെയ്യുക. ഇതിൽ PPDS ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇതിൽ എപ്സൺ ഓപ്പൺ ചെയ്യണം. ഇതിൽ നമ്മൾ നേരത്തെ എക്സ്ട്രാക്ട് ചെയ്ത എപ്സൺ L130 സീരീസ് എപ്സൺ driver.ppd ഉണ്ട്. ഈ ഫയലാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. ഓപ്പൺ. ഇനി ആഡ് പ്രിൻ്റർ കൊടുക്കുക. പ്രിൻ്റർ ആഡ് എപ്സൺ L130 സീരീസ്. ഇങ്ങനെ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. നമുക്ക് ഏതാണ് സ്യൂട്ടബിൾ. ചിലത് വർക്ക് ചെയ്യാതെ വരുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ഓക്കെ, താങ്ക് യു.